ഇത്രയും വലിയ കമ്പനി ഉണ്ടായിട്ട് ഇവൾ എന്തിനു മോളെ ജോലിക്ക് വെളിയിൽ പോണത്? ഞാൻ നടത്തുന്ന ഒരു ഫാഷൻ ഡിസൈനിങ് കമ്പനി അല്ലേ. ഇവള് അതൊന്നും പഠിക്കാതെ ഞാൻ എങ്ങനെ ജോലി കൊടുക്കും അമ്മായി? ഇവള് വലിയ പഠിച്ച് പത്രാസുകാരിയായപ്പോ എല്ലാം അങ്ങ് മറന്ന്. നിന്റെ അച്ഛൻ ചത്തിട്ടേ നിന്റെ അമ്മ ജോലിക്ക് വേണ്ടി ഗൾഫിൽ പോയപ്പോഴത്തേക്ക് നിന്നെ നോക്കാൻ ഇങ്ങോട്ട് നോക്കടി, നിന്നെ നോക്കാൻ ഞാനേ ഉള്ളുവായിരുന്നു. എല്ലാം മറന്നാ അമ്മേ. സോറി ചേച്ചി, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് വരണ്ടാന്ന്. അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടില്ല. പിന്നെ രേഷ്മ ചേച്ചിയുടെ കല്യാണം കൂടെ കഴിഞ്ഞപ്പോ കടമൊക്കെ കേറിയിട്ടുണ്ട്. അതുകൊണ്ടാ സോറി ചേച്ചി. എനിക്ക് മനസ്സിലാവൂടാ, പക്ഷെ അവളിരുന്ന് അവളെ മുന്നേ ഇരുന്ന പാട്ട് പാടാണ്. എടി നീ ഒരു കാലത്തും ഗുണം പഠിക്കൂലടി. വെറുതെ അല്ല ഒരു ആഫീസ് മുറി കണ്ടപ്പോഴത്തേക്ക് എടി നീ എന്റെ വീട്ടിലെ എച്ചിലെന്നാക്കി പാത്രം കഴുകി കിടന്നവളല്ലേ എടി. തന്ത ചത്ത നിന്റെ വെറുതെ അല്ലടി. ഒരു കാലത്തും ഗുണം പഠിക്കൂലടി. അവളെ വലിയ ആഫീസ് മുറി. അമ്മായിന്ന് ഇലയപ്പം ഉണ്ടാക്കിയേ? ഇലയപ്പം തന്നെ ഉണ്ടാക്കിയത്. ഇലയപ്പം എന്റെ പിള്ളേർക്ക് മാത്രമേ ഉണ്ടാക്കിയോളൂ. നിനക്ക് ചായ അടുക്കളയിലുണ്ടേ, സിംഗിൾ പാത്രവും കിടപ്പുണ്ട്. പോരാത്തതിന് ഇവളെ ബാഗ് തുറന്ന് ടിഫിൻ ബോക്സ് എടുത്ത് കഴുകി വെച്ചോളണം. എന്റെ ടിഫിൻ ബോക്സ് ഞാൻ കഴുകിക്കോളാം. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അവനവൻ കഴിക്കുന്ന പാത്രം അവനവൻ കഴുകിക്കണം. ആഹാ, ടീച്ചർ പലതും പറയും. ഇപ്പൊ അവള് കഴുകി വെച്ചോളും. പോയി കഴുകി വരടി. തന്റെ മുഖം എന്താടോ വാടിയിരിക്കുന്നത്? അമ്മായി ഇന്ന് രേണുവിനെ കൂട്ടി ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾക്കൊരു ജോലി ശരിയാക്കണമെന്ന് പറഞ്ഞിട്ടാ വന്നത്. +2 പോലും പാസ്സാവാത്ത അവൾക്ക് ഞാൻ എങ്ങനെ ജോലി കൊടുക്കാനാ ശ്യാമേട്ടാ? അമ്മായി വന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും സഹായം ചോദിക്കാനായിരിക്കും. അമ്മയ്ക്കൊരു മാറ്റമില്ല ശ്യാമേട്ടാ. അവൾക്ക് പറ്റിയ ജോലിയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറെ ശപിച്ചിട്ടാ പോയത്. താനത് വിടടോ. ശ്യാമേണ്ണറിയോ, എനിക്ക് ജോലി ഇട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചത്. അവരെന്നെ തല്ലിയതും ചീത്ത പറഞ്ഞതും എന്തിനെൻ്റെ ആഹാരത്തിൽ പോലും പാർഷ്യാലിറ്റി കാണിച്ചതൊക്കെ പുറത്ത് ഞാൻ പുറക്കത്ത് ഞെട്ടി ഉടന്നിട്ടുണ്ട്. അത്രയ്ക്കുണ്ട് അവരെന്നോട് കാണിച്ച ദ്രോഹം.